ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിൽ പലരും മൾട്ടിപ്പിൾ സിം എല്ലാം യൂസ് ചെയ്യാറുണ്ട്. ഒന്നിൽ കൂടുതൽ സിം എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായും നേരിടുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, അതായത് മറ്റൊരു സിമ്മിൻ്റെ വാലിഡിറ്റി എല്ലാം നിലനിർത്തുന്നതിന് വേണ്ടി ഇതിന് നമ്മൾ ഒരു മിനിമം റീചാർജ് എല്ലാം ചെയ്യേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാരണവശാൽ നേരത്തെ ഒരു സിം എല്ലാം എടുത്തിട്ടുണ്ടാകും. ഈ ഒരു സിമ്മ് നിങ്ങൾ പലവിധ ആവശ്യങ്ങൾക്കായി പല ഭാഗത്തെല്ലാം കൊടുത്തിട്ടുണ്ടാകും. ഉദാഹരണമായി ബാങ്കിങ് നീഡ്സിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കെല്ലാം കൊടുത്തിട്ടുണ്ടാകും. അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഫാൻസി നമ്പറെല്ലാം എടുത്തുവെങ്കിലും നിങ്ങൾക്ക് ഈ പഴയ സിം ഒന്നും കട്ടാക്കാനൊന്നും സാധിക്കില്ല. അല്ലെങ്കിൽ നിങ്ങൾക്കത് കട്ടായാൽ ഒരുപാട് കോണ്ടാക്ട്സ്, അതുപോലെ നിങ്ങളുടെ ഇത്തരത്തിൽ നിങ്ങൾ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ ഒരു കോണ്ടാക്ട്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് നഷ്ടമാവുകയും ചെയ്യും. അതിനാൽ തന്നെ നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, പുതിയ ഈ ഒരു സിമ്മിനോട് കൂടി നമ്മുടെ ആ ഒരു പഴയ സിമ്മ് കൂടി നിലനിർത്തി കൊണ്ടുപോവുക എന്നതാണ്. ഇതിനായി നമ്മൾ ഒരു മിനിമം റീചാർജ് എന്ന് പറയുന്നത് വലിയ ഒരു എമൗണ്ട് തന്നെയായിരുന്നു നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ട്രായുടെ പുതിയ ഒരു നിയമമെല്ലാം വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ റീചാർജ് ചെയ്യാതെ 90 ദിവസം ഇരിക്കുകയാണെങ്കിലെല്ലാമാണ് നമ്മുടെ സിം എന്ന് പറയുന്നത് ഡീആക്ടിവേറ്റ് ആകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ 90 ദിവസം നമ്മൾ കോളൊന്നും ചെയ്യുന്നില്ല, ഇതിൽ ബാലൻസ് ഒന്നുമില്ല എങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായി കട്ടാകും. എന്നാൽ ഇപ്പോൾ ട്രായ് കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിൽ നിങ്ങൾ 20-ൽ കൂടുതൽ എമൗണ്ട് എല്ലാം നിങ്ങളുടെ സിമ്മിലുണ്ടെങ്കിൽ, അതായത് ഇത് ബാലൻസായി നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് 90 ദിവസം കഴിഞ്ഞാലും അവർ നിങ്ങളുടെ സിം ഒന്നും കട്ടാകില്ല. നിങ്ങളുടെ സിമ്മിൽ നിന്നും 20 രൂപ ഡിഡക്റ്റ് ചെയ്ത് അടുത്ത ഒരു മാസത്തേക്ക് കൂടി നിങ്ങൾക്ക് വാലിഡിറ്റി എല്ലാം എക്സ്റ്റെൻഡ് ചെയ്ത് തരും. നേരത്തെ നമുക്കറിയാം, വാലിഡിറ്റിക്ക് വേണ്ടി മാത്രമായി നമുക്ക് 150 രൂപയോളം അല്ലെങ്കിൽ അതിൽ കൂടുതലെല്ലാം നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്യണമായിരുന്നു. എന്നാൽ ഇനി അങ്ങനെയല്ല കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ വാലിഡിറ്റി മാത്രമായി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ഒരു മാസത്തേക്ക് ഏകദേശം 20 രൂപ മാത്രമാണ് നിങ്ങൾക്ക് വരിക. അതിനാൽ തന്നെ ഒന്നിൽ കൂടുതൽ സിം എല്ലാം യൂസ് ചെയ്യുന്നവർക്ക്, അതായത് പ്രൈമറി സിം അല്ലാതെ ഒരു സെക്കൻഡറി സിം എല്ലാം കയ്യിലുള്ളവർക്കെല്ലാം തന്നെ ഇത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ നേരത്തെ ഒരുപാട് വർഷം മുമ്പ് 3 നമ്പർ ഒരുപോലെയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനാൽ തന്നെ എനിക്ക് പിന്നീട് ഈ വാലിഡിറ്റി നിലനിർത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ 3 സിമ്മും നമ്മൾ റീചാർജ് ചെയ്താൽ മാത്രമാണ് നമുക്കത് വാലിഡിറ്റി എല്ലാം നല്ല രീതിയിൽ കട്ടാകാതെ കൊണ്ടുപോകാനെല്ലാം സാധിക്കുക. അപ്പോൾ 3 സിമ്മ് നിലനിർത്തണമെങ്കിൽ നമുക്കതിലൊരു ഹ്യൂജ് എമൗണ്ട് എല്ലാം നഷ്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, നമുക്ക് ഇതുപോലെ 20 രൂപയെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വാലിഡിറ്റിയും അതുപോലെ സിം ഒന്നും കട്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ കൂടി അറിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇത്തരത്തിൽ നിങ്ങൾ അറിയാത്തവർക്ക് വേണ്ടി ഈ ഒരു അപ്ഡേറ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം പലരും ഇപ്പോഴും വാലിഡിറ്റിക്ക് വേണ്ടി വലിയ എമൗണ്ട് എല്ലാം തന്നെ ഷോപ്പിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഒന്നും ശ്രദ്ധിക്കാതെ പഴയ രീതിയിൽ തന്നെ റീചാർജ് ചെയ്യുന്നവരെല്ലാം ഉണ്ടാകും. അതിനാൽ തന്നെ ഈ ഒരു അപ്ഡേറ്റ് എല്ലാവരിലേക്കും എത്തിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക.